7. ആദിപാപത്തിൻ്റെ കാര്യാലയം. ഞാൻ കാത്തുനിൽക്കുന്നു. തുറന്ന കൈകളിൽ ഒഴിഞ്ഞ തെരുവുകൾ, കലാപങ്ങൾ വാർന്നു തീർന്ന കവലകൾ, തകർന്ന പൗരാണിക സ്തംഭങ്ങൾ, താഴെ പതിച്ച ഭീമൻ മുഖപ്പുകൾ, നൂറ്റാണ്ടുകളോളം ആഞ്ഞടിക്കുന്ന ആളൊഴിഞ്ഞ ചുഴലിക്കാറ്റുതിർന്ന് നിറങ്ങളുടെ സ്റ്റേഷനുകൾക്കിടയ്ക്ക് നിലയ്ക്കാതെ പായുന്ന തീവണ്ടി നെഞ്ചിൽ. ഞാൻ ജീവിക്കുന്നു, വലുതാകും തോറും വലിയ വെട്ടുകളുടെ എണ്ണം പഠിക്കുന്ന മരങ്ങളോടൊപ്പം. സ്മാരകശിലയിൽ സത്യശീലനു മുൻപ് എൻ്റെ പേർ ഇതായിരുന്നില്ല. കൈമുദ്രകളും ജാതകവും ഇന്നത്തേതായിരുന്നില്ല. പാപജാതകവും നിറച്ചു പേടിയും പേറി സൗരാഷ്ട്രത്തിലെ ഒരു ചെറിയ പട്ടണത്തിൽ ഞാൻ ജനിച്ചു. മരോട്ടിയെണ്ണ കത്തുന്ന മണവും ശ്വസിച്ചു വളർന്നു. സുഖങ്ങളോ സമാധാനങ്ങളോ വീണുകിട്ടാത്ത അനേകം തൊഴിലുകളായിരുന്നു കർമ്മം. ചുടുകാടിന് അരികിലൂടെ ആയിരുന്നു വീട്ടിലേക്ക് പോകുന്ന ഒരു ഒറ്റ വഴി. അത് എന്നും നീളമുള്ളതായിരുന്നു. പേടി മാറാൻ അന്നു പാടിയ പാട്ടുകളാണ് ഞാൻ ഇന്ന് ഓർത്ത് എടുക്കുന്നത്. കഴുതത്തല്ലുകൊണ്ട് പിളർന്നൊടിഞ്ഞ അസ്ഥികളായിരുന്നു അവസാനകാല ഊന്നുകൾ. ഒട്ടകം കാർന്നു പറിച്ച തലമുടിയോട് ഒപ്പം ഊരിപ്പോയ തൊലി ഉണങ്ങിപ്പാടു വീണ തല ലക്ഷണം. സ്വരൂപിച്ച മുതൽ കൊള്ളയടിക്കുമ്പോൾ കവർച്ചക്കാരും പിറുപിറുത്തിരുന്നു. വിധി കൊണ്ടുപോകാൻ കൂട്ടിവയ്ക്കുന്നു. ലാഭാധിപൻ ബാധാസ്ഥാനത്താകയാൽ അങ്ങനെയൊക്കെ തന്നെയാകുമെന്ന് ജ്യോത്സ്യന്മാരും പറഞ്ഞു തന്നു. എന്തു നല്ല കച്ചവടം! ഞാൻ ഓർത്തിരിക്കാം. ഓർമ്മകളിൽ ഓരോ നുണ പറയുമ്പോഴും മറവിയുടെ മറുവശത്ത് ശരിയുണ്ട്. നിത്യസത്യങ്ങളിൽ എപ്പോഴും വൃത്തികെട്ട ഒരു വാസ്തവം ഉണ്ട്. വാസ്തവത്തിൽ ഇതൊക്കെയാണ് കാലം ഇല്ലാത്ത കച്ചവടകാലം. അങ്ങനെയുള്ള ഒരു കാലത്ത് എനിക്ക് കലശലായ വാതരോഗം തുടങ്ങി. അന്നു മുതൽ വൈദ്യന്മാരെ സ്വപ്നം കണ്ടു. തോമാ വൈദ്യൻ അവതാരം കൊണ്ട് വിരൽ ഈമ്പി നീന്തി നടക്കുന്നു. എല്ലാം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. എല്ലാം വെള്ളത്തിൽ ഒഴുകിപ്പോകുന്നു. ചിലത് വെള്ളത്തിൽ താണ് ഒഴുകുന്നു. പാരമ്പര്യം നാം വിചാരിക്കും പോലെയല്ല. വരും തലമുറകളിൽ അത് തുടങ്ങുന്നു. എല്ലാ നൂറ്റാണ്ടുകളിലും ഇന്നത്തെ വിഡ്ഢിത്തത്തിനു പറ്റിയ ചോദ്യം ഉണ്ട്. ശരികൾക്ക് മുന്നോട്ടേക്കും ചരിത്രം ഉണ്ട്. വേരുകളും മുൻകാഴ്ചയും ഉണ്ട്. പൂക്കളും ആകാശവും കാറ്റുകളും ഉണ്ട്. എന്നെ ഞാൻ കണ്ടെടുക്കുന്നത് പഴയ കാറ്റുകളിൽ നിന്നാണ്. ജൈവശൃംഖലയുടെ ഏതോ അറ്റത്തുനിന്ന് മുൻവിളി കേട്ട് യാത്ര തുടങ്ങി ഒരുവൻ വാതരോഗിയായി. പിന്നിട്ട ഓരോ ചുവടും നെഞ്ചിൽ ചേർത്ത് ചവിട്ടടിപ്പാട് ആർന്നവൻ. ചെറുപാറ്റകളെയും ശലഭങ്ങളെയും കരടികളെയും പിന്നിട്ട് എത്തിയവൻ. മുദ്രാലങ്കാര രാക്ഷസൻ. നാടകത്തിൻ്റെ അംഗങ്ങളും തിരശ്ശീലകളും ഇന്നും എനിക്ക് അജ്ഞാതമാണ്. എങ്കിലും പതിഞ്ഞ മുദ്രകളെ ഓമനിക്കാനാകും. അവൻ്റെ 7-ാം വയസ്സിൽ കുലഗുരുവായ ആചാര്യ സുദേവൻ്റെ ഗുരുകുലത്തിൽ എത്തി. അതായിരുന്നു പാഞ്ചാലപുരത്തെ പ്രസിദ്ധ പാഠശാല. 7 വർഷം കടുത്ത ബ്രഹ്മചര്യം. തലയിൽ വിജ്ഞാനത്തിൻ്റെ ഭാരം. ഗുരുദക്ഷിണയെക്കുറിച്ചു മാത്രം ചിന്ത തുടങ്ങിയ കാലം. ഏകാന്ത സായന്തനം. അടുപ്പിൽ നിന്ന് വാങ്ങിവെച്ച പാത്രത്തിൽ സൂര്യൻ്റെ പൊന്മൂടി പൊങ്ങിത്താഴുന്ന വിശാല ചക്രവാളം. താഴും ജ്വാലകൾ.
പൂത്ത പാച്ചോറ്റി മരത്തിനു താഴെ നിൽക്കെ അരുവിയുടെ തെളിഞ്ഞ കണ്ണാടിയിൽ സ്നാതാർദ്രയായ ഗുരുപത്നി. ആറാഞ്ഞിലി മരത്തിൻ്റെ തൊലി ചതച്ചു മെരുക്കിയ നേർത്ത വൽക്കലത്തിൽ അവൾ എഴുന്നേറ്റു നിന്നു. അവൻ അത് നോക്കി നിന്നു. കൈവിരൽ തുടയിൽ താളം കൊണ്ടു. പുതിയ കനലുകൾ കുന്തിരിക്കത്തിൽ ചുഴിഞ്ഞാഴ്ന്നു. ആര്യരമണിക. ഓ, അരക്കെട്ടിലൂടെ വെരുകുകൾ സുഗന്ധം ഉരച്ചു പായുന്നു. കണ്ണുകളിൽ കൂടി സിംഹപ്രവാഹങ്ങൾ കാമം ഗർജിക്കുന്നു. ഗുരുകുലത്തിലെ മാനുകളെ ജനപഥങ്ങളിലേക്ക് നയിക്കുന്ന കാട്ടുതീയിൻ്റെ ആദ്യാക്ഷരം വിരിഞ്ഞു തുറന്ന പൊക്കിൽക്കുഴി. ഈശ്വര. അവൻ ഈശ്വരനെ വിളിച്ചു. ഗുരുവാണ് അത് കേട്ടത്. കടുത്ത മുടിക്കെട്ടുലഞ്ഞു. വിലക്കപ്പെട്ട അധിനിവേശത്തിൻ്റെ കനിക്ക് തപിച്ചതിനാൽ ശൂന്യവൃക്ഷങ്ങൾ 7 ചുറ്റിക്കടന്ന് നീ വരൂ. ചിതയ്ക്കു മുകളിൽ ചൂടുകൊള്ളുന്ന തൻ്റെ ശരീരത്തെ തിരിഞ്ഞു നോക്കിക്കാണുകെ സത്യശീലന്റെ മുൻമുറ ഗോപനാഥന് അത് എല്ലാം മനസ്സിലായിരുന്നു. അതുകൊണ്ട് പുതിയ ജന്മം ചൂടി. കേതുവിൻ്റെ വാൽമുറിഞ്ഞ ജാതകവും പേറി കത്തുന്ന യൗവനത്തോടെ തീയിൽ ഒടുങ്ങി. ചിതയിൽ നിന്നും വീണ്ടും ഉയർത്തെണീറ്റ് സത്യശീലന്റെ കുടുംബത്തിൽ പതിച്ചു. ചിതയ്ക്കു മുകളിൽ ചൂടുകൊള്ളുന്ന ശരീരത്തെ തിരിഞ്ഞു നോക്കിക്കാണുകെ സത്യശീലനും കാര്യം മനസ്സിലായിരുന്നു. അതുകൊണ്ട് അവൻ ചന്ദ്രശേഖരന്റെ കുടുംബത്തെ തേടി വിഹായസുകളിൽ ഒടുങ്ങാത്ത അന്വേഷണം നടത്തി. പൊലിയോ പൊലി എന്നു പാടി കറ്റമെതിക്കുന്ന പെണ്ണുങ്ങൾ പണ്ടേ പാടിത്തീർത്ത മണ്ടത്തരമാണ് കാലം എന്ന് മനസ്സിലോർത്ത് ദീപനാളങ്ങളുടെ വിതാനം ചികഞ്ഞ് ഒറ്റയ്ക്ക് ഇരുന്ന് പൊരുന്തി. പ്രതിഭാദരിദ്രരായ ദൈവങ്ങൾ വെള്ളത്തിനു മുകളിൽ കൂടി നടന്ന് കടത്തുകൂലി ലാഭിക്കുന്നു. അപ്പോൾ നല്ല കച്ചവടം നടത്താൻ ഒക്കത്ത് പണം വേണമല്ലോ. അതുകൊണ്ടാണ് ചന്ദ്രശേഖരൻ നെഞ്ചിൽ സ്വർണ്ണ നാണയം പൂഴ്ത്തി വെച്ച് തരിയതുമറിയമാരെ തേടിയത്. ഏതോ ചെറിയൊരു നാടുവാഴി ഏതോ വലിയവന് കപ്പം കൊടുക്കുമ്പോൾ ഇന്നത്തെ ഉത്തര കേരളത്തിൽ ദേവസി എന്നു ജ്ഞാനസ്നാനം കൊണ്ടത്. സ്വന്തം കുഴിയിൽ കിടക്കുന്ന ശരീരത്തെ തിരിഞ്ഞു നോക്കിക്കാണുകെ ദേവസിക്കും കണ്ണാടികളുടെ ലോകം തുറന്നുകിട്ടി. പുതിയ ആകാശത്തിലൂടെ, ഭൂമിയിലൂടെ, വിളവ് ചാഞ്ഞുറങ്ങുന്ന വരമ്പിലൂടെ മാത്യു എന്ന ദമ്പതികളെ തേടി നടന്ന് അവൻ തോമസ് ആയിട്ട് നിറം ചൂടുന്നു. ദൈവരഹിതമായ ചരിത്രത്തിൻ്റെ വയലുകളിൽ ഹീനജന്മങ്ങളുടെ വിളവ് ചായുന്നത് കണ്ട് ഒരാൾ അമ്പരപ്പിൻ്റെ അംശവടി ഏന്തുന്നു. കണ്ണാടിപ്പുഴ അവിരാമം ഒഴുകുന്നു. മഴകളിൽ കർമ്മം തളിർക്കുന്നു. ഭയാതുര മിഴികൾ കൊണ്ട് അവൻ വീണ്ടും കാണുന്നു. ഇനിയും 4 ദശാബ്ദങ്ങൾക്കു ശേഷം ചൂടു താങ്ങാത്ത മാംസ ശരീരവും പേറി താഴ്ന്ന ജാതിയിൽ അവൻ ജനിക്കുന്നു. കടലിനോട് വളരെ അടുത്തതും വരണ്ടതുമായ ഒരു കീറു സ്ഥലവിധാനത്തിൻ്റെ അറ്റത്ത് അധസ്ഥിതർ എന്ന് സ്ഥിതിസമത്വവാദികളും ദൈവത്തിനു മുൻപിൽ തുല്യർ എന്ന് ദൈവാസമത്വങ്ങളും നോക്കി വീർപ്പിടുന്ന ഒരു കുടുംബവും ഒരുങ്ങി നിൽക്കുന്നു. കലിമലം കുറയുന്നു എന്ന് പറയാൻ ലോകം പഠനം തുടരുന്നു. ഒരു മഹായുദ്ധത്തെ കൂടി ദൈവവഴി കൊണ്ടാടിക്കഴിഞ്ഞു. അതിരുകൾ പുതിയ വേലികളിൽ ഉറച്ചു. ജന്മപരമ്പരകളുടെ കണക്കെടുപ്പ് പുസ്തകങ്ങളിൽ ഭൗതികവാദികൾക്ക് യാതൊരു താല്പര്യങ്ങളും ഇല്ല. അവർ ഭൗതികവാദം പഠിച്ചു കഴിഞ്ഞിട്ടേയില്ല. എല്ലാം വിഡ്ഢിത്തം അവർക്ക് തോന്നുന്നു. സാമൂഹിക നീതിയുടെയും പ്രതിസമൂഹ സിനിമാ വിധാനത്തിൻ്റെയും കണക്കെടുക്കുന്ന പുസ്തകങ്ങളിൽ ആത്മീയർക്ക് യാതൊരു താല്പര്യങ്ങളും ഇല്ല. അവർ ആത്മാവിനെ കണ്ടിട്ടുകൂടി ഇല്ല. ജനന മരണങ്ങളുടെ ഇടവരമ്പിൽ പെരുവിരൽ ഊന്നിയുള്ള യാത്രയിൽ
തോമസ് പലതും പഠിച്ചു കഴിഞ്ഞു. അന്ന് അവൻ്റെ പേർ ഇതായിരിക്കില്ല. നാമരൂപങ്ങൾക്ക് അതീതമായ കണ്ണാടിക്കാടുകളിലെ ബിംബരഹിതം ആയ ഒരു വേട്ടയിലൂടെ അവൻ്റെ ഫലിതം വിനോദമയമായിത്തീരും. അമ്പും വില്ലും പുതിയ പാട്ടുപാടും. ഓരോ പുതിയ പാട്ടിലും പഴയ അക്ഷരങ്ങൾ കിരീടം അണിയും. ഓരോ കിരീടത്തിൽ നിന്നും പുക ഉണരും. ഓരോ ചവിട്ടടിയിലും തീ ഉണരും. ചെറുപ്പത്തിലെ തോമസ് മരിക്കും. ജലം മൂലമുള്ള മൃത്യു, ജലത്തിൽ ഉള്ള മൃത്യു, കണ്ണാടിപ്പുഴയിലെ ചെറുമീനുകൾക്ക് വിരുന്നാകുന്ന മൃത്യു. എല്ലാ ജലങ്ങളും കണ്ണാടിപ്പുഴയിലേതാണ്. ഓരോ നിമിഷവും ഒഴുക്കുകളുടേതാണ്. അവ നെഞ്ചിൽ തട്ടിക്കടക്കുന്നു. കാര്യാലയത്തിൻ്റെ വാതിലിൽ ഞാൻ നിൽക്കുന്നു. ദൂരെ ദൂരെ വരെ വിജനമായ ഒരു കൃപ. ഇമതല്ലി അടരാതെ കരുണയുടെ അലിവ്.